ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹത്തോടു കൂടി നോക്കുന്നവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അതായത് ഒട്ടനവധി ഡൗട്ടാണ് എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടിൽ പെടുന്ന ഒരു കാര്യമാണ്, 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണോ ഞങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത്, ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടുകൾ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം ഞാനത് വോയിസ് ഓവറോട് കൂടി തന്നെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ആയിട്ട് ഒരു വ്യക്തി വരുമ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ വീഡിയോയിലൂടെ ആൻസർ തരുന്നതായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കടമ്പകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലോട്ട് ക്യാഷ് വരുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബോധ്യം ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആ ഇമെയിൽ ഐ ഡി എവിടെയും പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, അത് നിങ്ങൾ തന്നെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം. ഈ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് തമ്പനയിൽ വെക്കാനും പറ്റുള്ളൂ, 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് വെക്കാൻ പറ്റുള്ളൂ. അതിൽ പിന്നെ പ്രൊഫൈൽ വെക്കണം, അതായത് പ്രൊഫൈൽ ഐക്കൺ വെക്കണം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അതായത് ബാനർ വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ 0 സബ്സ്ക്രൈബേഴ്സിലായിരിക്കും നിങ്ങൾ തുടങ്ങുക. അത് എല്ലാവർക്കും ഇപ്പൊ കാണുന്ന മില്യൺ കണക്കിന് വ്യൂസ് ഉള്ളവരടക്കം, മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ളവരടക്കം അവർക്കെല്ലാവരും ഇത്തരത്തിൽ 0 സബ്സ്ക്രൈബ് മുതൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യും. അത് നമ്മളോടുള്ള നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണ്. ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, ഇത് 10 പേർക്ക് അയച്ചു കൊടുക്കട്ടെ, വാട്സപ്പ് ത്രൂ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടെ. ഇത് സ്വാഭാവികമാണ്, അത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, ഞാനും ചെയ്യാറുണ്ട്. തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, അത് നമുക്ക് ഒരു തെറ്റുമില്ല, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് സപ്പോർട്ട് വിരളമാണ്. കാരണം അതിൽ നിന്ന് സപ്പോർട്ട് ഒരിക്കലും പ്രതീക്ഷിക്കുകയും വേണ്ട. നമ്മൾ എപ്പോഴും മറ്റുള്ള അനദർ ആയിട്ടുള്ള ആളുകൾ വരണം എന്നുള്ള രീതിക്കാണ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയാമല്ലോ, മുറ്റത്തെ പുല്ലിക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മളുടെ വാല്യൂ അറിയണത് ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കും. ഇവർക്ക് വാല്യൂ ഒക്കെ ഉണ്ട്, നമ്മുടെ കുടുംബക്കാർക്ക് വാല്യൂ തന്നെയാണ്, അയൽവക്കക്കാർക്കൊക്കെ വാല്യൂ തന്നെ. പക്ഷെ നമ്മൾ എന്നും കാണുന്നത് കൊണ്ടും എന്നും നമ്മളായിട്ടുള്ള സമ്പർക്കം ഉള്ളത് കൊണ്ടും ഇവര് നമ്മളെന്ന് കാണുന്നതിൽ അങ്ങനെ ഒരു തോന്നലാണ്. പക്ഷെ മറ്റുള്ളവർ നമ്മളെ കാണാത്ത ഒരു വ്യക്തികൾക്ക് നമ്മളെന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കുക, നല്ലൊരു കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുക, അവർക്ക് എന്നും മൂല്യവത്തായിട്ടുള്ള ആളുകളായി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ചാനൽ തുടങ്ങുന്നു, വീഡിയോസ് ഇടുന്നു, 1, 2, 3 എല്ലാ ദിവസവും നമ്മൾ പ്രയത്നിക്കുന്നു. വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈമിങ് കൺസിസ്റ്റൻസി കിട്ടില്ല. പല രീതിയിലുള്ള ടൈം ആയിരിക്കും നിങ്ങൾ വീഡിയോസ് ഇടുക. ചിലപ്പോൾ 2 മണിക്ക് ഇടും, 4 മണിക്ക് ഇടും, ചിലപ്പോൾ രാത്രി ഇടും. ഞാനൊക്കെ 2:30, 3 മണിക്കൊക്കെ രാത്രി ഇട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വീഡിയോസ് കൂടുതൽ ഈ ചാനലിൽ ഉണ്ടാവണം എന്നുള്ള രീതിക്ക് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ആ വീഡിയോയ്ക്ക് ഒരു പോസ്റ്റ് എന്നുള്ള രീതിക്ക് നമ്മളൊരു വീടിന്റെ ഡോർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ തമ്പനയിൽ എന്ന് പറയുന്നത്. അതായത് ആ വീഡിയോയിലേക്ക് കടക്കാൻ, ഇപ്പൊ വീട്ടിന്റെ ഡോർ ഇത് തുറന്നാലാണ് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ആ ഒരു തമ്പനയിൽ ക്ലിക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോയിലേക്ക് ആളുകൾ പ്രവേശിക്കുകയുള്ളൂ. ഇതിനാണ് ഈ തമ്പനയിൽ എന്ന് പറയുന്നത് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഈ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ പിക്സൽ ലാബ് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാം, മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇതെല്ലാം മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടി, അതായത് ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും നിർബന്ധമാണ്. യൂട്യൂബിൽ തുടക്കക്കാരായിക്കോട്ടെ, നമ്മൾ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോയിസ് ക്വാളിറ്റി അടിപൊളി തന്നെ ആയിരിക്കണം. അതൊന്ന് എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നു, വോയിസ് ക്വാളിറ്റിക്ക് വേണ്ടി ചെറിയൊരു മൈക്ക് പർച്ചേസ് ചെയ്യുന്നു, ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു, തമ്പനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, വീഡിയോസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള തമ്പനയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ക്രിയേറ്റിവിറ്റി പഠിക്കുന്നത് നമ്മൾ വീഡിയോ ഇടുന്നതിലൂടെയാണ്. നമ്മൾക്ക് കുറച്ച് സമയം എടുക്കും. എപ്പോഴും ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും പറയാറില്ല, ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ
ആദ്യം എണിക്കാൻ പഠിക്കണമെങ്കിൽ കുറെ വീണിട്ടാണ് പഠിക്കുക. അതായത് നിവർന്ന് നടക്കാൻ പഠിക്കുന്നത് കുറെ വീഴ്ചകളിലൂടെ തന്നെയാണ്. വീഴ്ചകളിൽ കൂടി തന്നെയാണ് ആ ഒരു കുട്ടി എണിച്ച് നടക്കാൻ പഠിക്കുന്നത്. ഞാൻ വീഴില്ല, ഞാൻ ആദ്യം തന്നെ എണിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും എണിക്കുന്നില്ല. എല്ലാവരും വീഴ്ചയിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ചാനൽ നമ്മൾ കുറച്ചൊക്കെ വീഴ്ചയിൽ കൂടെ തന്നെയാണ് പഠിച്ച് മുന്നോട്ട് വരുന്നത്. ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കൊച്ചു ഒരിക്കലും നടക്കുന്നതല്ല. അപ്പൊ നമ്മൾ എന്താണ്, വീണാലും കുഴപ്പമില്ല, നമ്മുടെ പ്രതീക്ഷ എന്താണ്, എനിക്ക് നടക്കണം എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയാണ് യൂട്യൂബിൽ നമുക്ക് വേണ്ടത്. നമ്മൾ ഇപ്പൊ ഒന്ന് അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ചാനൽ എന്തായാലും പുരോഗമനത്തിൽ എത്തും എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വീഡിയോസ് സ്റ്റെപ്പായി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇടുമ്പോൾ തന്നെ തനിയെ ഇപ്പോൾ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. ഷോർട്സ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡേഷനായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ സബ്സ്ക്രൈബ്സ് വരും. 200, 300 കുറച്ച് സമയമെടുക്കും, സബ്സ്ക്രൈബ്സ് വരും. നമ്മുടെ വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ്സ് കൂടും. അങ്ങനെ ആദ്യത്തെ ക്രൈറ്റീരിയയാണ് 1000 സബ്സ്ക്രൈബ് എന്ന് പറയുന്നത്. 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. ഇത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ പേജിൽ പോയി കഴിഞ്ഞാൽ ഗ്രാഫ് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ അതിലൊരു ടിക്ക് മാർക്ക്, ഗ്രീൻ ടിക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത് തന്നെ 4000 പബ്ലിക് വാച്ചവേഴ്സ് കേട്ടോ. അത് ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ കരസ്ഥമാക്കണം എന്ന് പറയുന്നുണ്ട്. ഈ പബ്ലിക് വാച്ചവേഴ്സ് മാത്രമാണ് ലാസ്റ്റ് 365 ദിവസം കൊണ്ട് കരസ്ഥമാക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിറകിലുള്ള, അതായത് ഒരു വർഷത്തെ ഫുള്ള് വാച്ച് ടൈം പോയി എന്ന് അനുമാനിക്കരുത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പൊ ജനുവരി 1-ാം തീയതി ഒരാൾ ചാനൽ തുടങ്ങിയാൽ, ഇപ്പൊ 2022 ജനുവരി 1-ാം തീയതിയാണ് ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചാൽ 2023 1-ാം തീയതി ആകുമ്പോൾ അവരുടെ ഒരു വർഷമായി. അപ്പോൾ ആ ഒരു 2022 31 ആയി കഴിഞ്ഞാൽ ഒരു വർഷമായി. അപ്പോൾ 1-ാം തീയതിയിലേക്ക് 2023 ജനുവരി 1-ലേക്ക് കടക്കുമ്പോൾ പിറകിലത്തെയാണ് പോകുന്നത്. 2022 ജനുവരി 1-ാം തീയതിത്തെ ആ ഒരു വാച്ച് ടൈമാണ് പോവുക. എപ്പോഴും പിറകിലത്തെ 1, 2, 3 അങ്ങനത്തെ ദിവസത്തെ വാച്ച് അവേഴ്സ് അപ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ ചെയ്തിട്ട് മൈനസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കുക കേട്ടോ. ഇതൊന്നും ജസ്റ്റ് ബിഗിനറായിട്ട് വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു വർഷത്തെ പാടെ എൻ്റെ വാച്ച് ടൈം പോയി എന്നുള്ള കാൽക്കുലേഷനിൽ ഇരിക്കരുത്. നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഒന്നും ഉണ്ടായില്ല, ആരും വാച്ച് ചെയ്യാണ്ടായില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ അതിലൊരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, നല്ല രീതിയിൽ പറയാൻ പഠിച്ചു, നല്ല രീതിയിൽ വോയിസ് ക്വാളിറ്റി എങ്ങനെ എഡിറ്റ് ചെയ്യണം ഇതെല്ലാം നിങ്ങൾ പഠിച്ചു, തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം പഠിച്ചു. ഇതെല്ലാം പഠിച്ച് നിങ്ങൾ ഇപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ലുക്കിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വ്യൂസിൽ മാറ്റങ്ങൾ വരും. അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ചേഞ്ചസിനെ അനുമാനിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താണ്, വാച്ച് അവർ എന്ന് പറയുന്ന കടമ്പയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധൂകരിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 4000 പബ്ലിക് വാച്ച് അവേഴ്സ് ആയി 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതിനു മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ID 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെക്യൂരിറ്റി പരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്, അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം. അതിനുശേഷം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ വയലൻസ് ഇല്ലാത്ത ചാനലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ അത്തരത്തിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ വയലൻസ് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു 4 കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് 1 എന്നുള്ളതുണ്ട്. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. ആഡ്സെൻസ് ഓരോരോ രാജ്യങ്ങൾക്കും അവിടത്തേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇന്ത്യയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ തന്നെ നിങ്ങൾ എഗ്രി ചെയ്യും. ആദ്യം നിങ്ങൾ എഗ്രി ചെയ്യും. ആ ഒരു യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു എഗ്രി ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾ ഡൺ കൊടുത്താൽ നിങ്ങൾക്ക് ആ ആദ്യത്തെ സ്റ്റെപ്പ് ഡൺ ആയി. ഓക്കെ, പിന്നെയുള്ളത് 2ാമത്തെ സ്റ്റെപ്പാണ്. 2ാമത്തെ സ്റ്റെപ്പ് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ആരാണോ ചാനലിന്റെ ഉടമ, അവർക്ക് ID പ്രൂഫ് ഉണ്ടായിരിക്കണം, ഗവൺമെന്റ് ID പ്രൂഫ് ഉണ്ടായിരിക്കണം, വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. ഈ ഒരു 3 ഇപ്പൊ വാല്യുബിൾ ആയിട്ട് പറയുന്നത്. പാൻ കാർഡ് എടുത്തു കളയപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമായിട്ടില്ല. എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. എന്തിനാണ്? ടാക്സ് ഇൻഫർമേഷൻ ഇതിൽ ചെയ്യാനുണ്ട്. ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്താൽ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ 2ാമത്തെ സ്റ്റെപ്പ് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇത്തരത്തിൽ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ID പ്രൂഫിലുള്ള നെയിം എങ്ങനെയാണോ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെയിം എന്നുള്ളത് കൊടുക്കണം. അവിടെ ലൈൻ, അതായത് നെയിം എന്നുള്ളവിടെ നിങ്ങളുടെ ID പ്രൂഫിലുള്ള നെയിം കൊടുക്കുക. അഡ്രസ്സ് ലൈൻ 1 എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടിലോട്ട് പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവരുമ്പോൾ ഏത് അഡ്രസ്സാണോ ഉപയോഗിക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ ID കാർഡിലുള്ള അഡ്രസ്സ് ചേഞ്ചസ് ഉണ്ടാവും.
അത് എൻ്റെ ID കാർഡിലുള്ള അഡ്രസ്സ് ചേഞ്ച് ആണ്, ഞാൻ ഏത് അഡ്രസ്സ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വീട്ടിലോട്ട് വരുന്ന ലെറ്റർ വരുന്ന അഡ്രസ്സ് ഏതാണോ അത് കൊടുക്കുക. ഓക്കെ, ID പ്രൂഫിലുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നെയിം ID പ്രൂഫിലുള്ള നെയിം തന്നെ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ അഡ്രസ്സ് കൊടുത്തു, അഡ്രസ് ലൈൻ 2 എന്നുള്ളവരുടെ കോൺടാക്ട് എന്ന് എഴുതിയിട്ട് ഫോൺ നമ്പർ കൊടുത്തു, പിന്നെ സിറ്റി കൊടുത്തു. സിറ്റി കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ആലത്തൂര് എന്നുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അതായത് എൻ്റെ ജില്ല പാലക്കാടാണ്. അപ്പൊ ഞാൻ ആലത്തൂരിൽ നിന്ന് എനിക്ക് വേണം കൊടുക്കാം. പക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത്, പുറത്തു നിന്നുള്ള ആളുകളൊക്കെ അറിയപ്പെടുന്നത് പാലക്കാട് എന്നുള്ള ഒരു ഇതായിരിക്കും, എൻ്റെ ജില്ലയാണ് അറിയുക. അപ്പൊ ഞാൻ എപ്പോഴും ജില്ല, അതായത് സിറ്റി എന്നുള്ളവരുടെ ജില്ല കൊടുക്കാനാ പറയുക. അപ്പൊ നിങ്ങൾ ജില്ല കൊടുത്താൽ മതി. നിങ്ങളുടെ മലപ്പുറം ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, നിങ്ങളുടെ ജില്ല കൊടുത്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിൻ ലെറ്റർ വരും കേട്ടോ. അപ്പൊ അഡ്രസ്സ് ഈ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പിൻ ലെറ്റർ നമ്മുടെ വീട്ടിലോട്ട് വരാനാണ്. ഇത്തരത്തിലൊരു ഗൂഗിളിന്റെ വെരിഫിക്കേഷൻ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ. അതായത് പിൻ ലെറ്റർ വരുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ആ വ്യക്തി ആ സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താനാണ്. കാരണം ആ പിൻ ലെറ്റർ കിട്ടിയാലാണ് അതിൽ 6 അക്ക സംഖ്യയുണ്ട്. അത് നമ്മൾ ആഡ്സെൻസിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമ്മുടെ പിൻ വെരിഫിക്കേഷൻ സക്സസ് ആവുള്ളൂ. അങ്ങനെ സക്സസ് ആയാലാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ വരുള്ളൂ. അപ്പൊ ഞാൻ ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഈ ഒരു സിറ്റി എന്നുള്ള ജില്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് കോഡാണ് കൊടുക്കേണ്ടത്. പോസ്റ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക, അത് കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രോഗ്രസ്സിലോട്ട് പോകുന്നതായിരിക്കും. ഇൻ പ്രോഗ്രസ്സിലോട്ട് പോകുന്നത് 8 അവേഴ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആവും കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആവാൻ 8 അവേഴ്സ് മതി. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകും. മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അത് ഡൺ ആവും. 7 ദിവസം എന്തിനാ എടുക്കുന്നത് വെച്ചാൽ 7 to 1 മാസമൊക്കെ യൂട്യൂബ് പറയാറുണ്ട്. പക്ഷെ 7 ദിവസം കൊണ്ടൊക്കെ ഒരുപാട് പേരുടെ ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 7 ദിവസം കൊണ്ട് യൂട്യൂബ് ചെക്ക് ചെയ്യാണ് നിങ്ങളുടെ ചാനലിൽ റിയൂസ്ഡ് കണ്ടന്റ് ഉണ്ടോ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് നിരക്കാത്ത രീതിയിൽ വീഡിയോസ് ഉണ്ടോ, നിങ്ങൾ എത്തരത്തിലാണ് നിങ്ങൾ വ്യൂസ് കൊണ്ടുവന്നിരിക്കുന്നത്, എത്തരത്തിലാണ് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ യൂട്യൂബ് ചെക്ക് ചെയ്യും. നിങ്ങൾ പ്രോപ്പർ വേയിലൂടെ അല്ല, നിങ്ങളുടെ ചാനലിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ്, അതായത് മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൽ, നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് അല്ല മറ്റുള്ളവരുടെ നിന്നുള്ള വീഡിയോസ്, വാട്സപ്പിൽ നിന്നുള്ള സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം വരും. അത് മാറണമെങ്കിൽ പിന്നെ 1 മാസം കൂടി വെയിറ്റ് ചെയ്യണം. ആ 1 മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ഒക്കെ കളഞ്ഞ ശേഷം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതെല്ലാം നോക്കി കാണുന്നത് ഈ ഒരു 7 ദിവസത്തിനുള്ളിലാണ്. ഇങ്ങനെ നോക്കി കണ്ട് നിങ്ങളുടെ ചാനലിൽ പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല, കണ്ടന്റ് എല്ലാം നിങ്ങളുടെ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവും. ഓൾ വീഡിയോ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനുള്ള ആ ഒരു മോണിറ്റൈസേഷൻ പേജിൽ തന്നെ എല്ലാ വീഡിയോ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, ഇതെല്ലാം എനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇതെല്ലാം നിങ്ങളെല്ലാവരും എനേബിൾ ചെയ്യേണ്ട ആ ഒരു സമയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യാം. അതിനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെയാണ് പൈസ വരുന്ന കാര്യം. പിന്നെ നമ്മുടെ എഫേർട്ടിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്, നമ്മൾ ചാനൽ തുടങ്ങിയത് എഫേർട്ട് ചെയ്യണം, എന്നിട്ട് മോണിറ്റൈസ് ആയ ശേഷം നമുക്ക് കൂടുതൽ എഫേർട്ട് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി, ഒരുവിധം ഫാമിലീസ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ വീഡിയോ കാണുന്ന ഫാമിലീസ് ഉണ്ടല്ലോ, അവർക്ക് കൂടുതൽ വീഡിയോസ് കൊണ്ടുപോകണം, കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്താന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് സമ്പാദിക്കാനുള്ള ആ ഒരു സെറ്റപ്പിലായി നമ്മുടെ ചാനൽ, മോണിറ്റൈസേഷൻ എനേബിൾ ആയി. അപ്പൊ നമുക്ക് നല്ല കണ്ടന്റ് കൊണ്ടുവരണം, ഇനിയും ഫാമിലി ആവാഹിച്ച് കൊണ്ടുവരണം. നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ഫാമിലി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല കണ്ടന്റ് കൊടുക്കുന്നതിലൂടെ നല്ല ഏണിങ്സ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല വീഡിയോസ് പ്രോപ്പർ ടൈം അനുസരിച്ച് എപ്പോഴാണ് നമ്മുടെ ഫാമിലി ഉള്ളത് ആ ടൈമിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുക. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് മിഡ് റോൾ ആർട്സ് വെക്കുക. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് മിഡ് റോൾ ആർട്സ് വെക്കാൻ മറക്കരുത്. അതിന്റെ എല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ മിഡ് റോൾ ആർട്സ് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മിഡ് റോൾ ആർട്സ് വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മിഡ് റോൾ ആർട്സ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റവന്യൂ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പല രാജ്യങ്ങളിലുള്ളവരുണ്ടാവും. ഇപ്പൊ വിദേശത്ത് നിന്നൊക്കെ കാണുന്നവരാണെങ്കിൽ ഡോളറിന്റെ മൂല്യം കൂടുതലുള്ളതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ക്യാഷ് കിട്ടും. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് 1000 വ്യൂസ് കണ്ടാൽ, അമേരിക്കയിൽ നിന്ന് 1000 വ്യൂസ് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 4 to 5, 5.5, $6 വരെ നമുക്ക് കിട്ടും. 1000 വ്യൂസിനാണ് 4 to 5, $6 കിട്ടുന്നത്. തികച്ചും സത്യസന്ധമായ കാര്യമാണ്. ഇതുപോലെ ഗൾഫിൽ നിന്ന് കാണുമ്പോൾ, വിദേശത്ത് നിന്നൊക്കെ ആളുകൾ കാണുമ്പോൾ നമുക്ക് അവിടുത്തെ ഡോളറിന്റെ മൂല്യം കൂടുന്നു, അവിടുത്തെ പൈസന്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഡോളറും കൂടും. അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഡോളർ നമുക്ക് കയറി വരുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ മോണിറ്റൈസേഷൻ ആയ ശേഷം ആദ്യത്തെ ദിവസം തന്നെ ഡോളർ കാണിക്കില്ല, രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ കാണിച്ചൊന്നും വരില്ല.
ഇതിന്റെ ഗ്രാഫ് അവിടെ പെൻഡിങ് ആയി നിൽക്കും. മൂന്നാമത്തെ ദിവസം തൊട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് 2 ദിവസത്തെ ഡോളർ കാണിക്കുള്ളൂ. ഇങ്ങനെ കാണിക്കുമ്പോൾ ലാസ്റ്റ് 28 ദിവസം കൊണ്ടാണ് കാണിക്കുക. അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടും 2 മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അവിടെ കാണുന്നത് ലാസ്റ്റ് 28 ദിവസത്തെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എനിക്ക് ഡോളർ കുറയുന്നു എന്നുള്ളത്. നിങ്ങൾ മന്ത്ലി നോക്കുക. നിങ്ങൾ റവന്യൂ പോയിട്ട് മന്ത്ലി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാസം എത്രയുണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഡോളർ കയറി നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോയിൽ കാണും ഡോളർ കയറുന്നത്. ഇത്തരത്തിൽ $10 വൈറ്റി സ്റ്റുഡിയോയിലായിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്റെ വൈറ്റി സ്റ്റുഡിയോയിൽ $10 ആയി, ഇനി എനിക്ക് ID വെരിഫിക്കേഷൻ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നിങ്ങളുടെ ഈ ഒരു വൈറ്റി സ്റ്റുഡിയോയിലെ $10 ആയി കഴിഞ്ഞാൽ അത് എല്ലാ മാസവും 10-ാം തീയതി, അതായത് ഇപ്പൊ ഡിസംബർ മാസത്തിലാണ് നിങ്ങൾക്ക് $10 വൈറ്റി സ്റ്റുഡിയോയിൽ ആയി കഴിഞ്ഞാൽ ഈ ജനുവരി, അതായത് അടുത്ത വർഷം ജനുവരി 10-ാം തീയതിയാണ് എന്താണ് നിങ്ങളുടെ ആഡ്സെൻസിലോട്ട് അപ്ഡേറ്റ് ആകുക. 8 to 11 ഉള്ളിൽ നിങ്ങളുടെ ആഡ്സെൻസിലോട്ട് അപ്ഡേറ്റ് ആവും. ആ $10 അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ആ ടൈമിൽ തന്നെ അല്ല, 1-2 ദിവസത്തിനുള്ളിൽ ID വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. $10 ഉണ്ടായാൽ 2 to 10 $10 ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. 0 സബ്സ്ക്രൈബർ ഉള്ളവർക്കും പറയാറുണ്ട് കേട്ടോ. അതെല്ലാം ചാനലിന്റെ ഗ്രോത്തിനനുസരിച്ച് പെട്ടെന്ന് ID വെരിഫിക്കേഷൻ ചെയ്യാൻ പറയും. പക്ഷെ പ്രോപ്പറായിട്ട് $10 ഉള്ളിൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ID വെരിഫിക്കേഷൻ ചെയ്യുക. ആ ആഡ്സെൻസിൽ കൊടുത്തിട്ടുള്ള നെയിമിൽ തന്നെ ID വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഒരുപാട് പേര് വേറൊന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ആഡ്സെൻസ് എന്റെ ചാനൽ അടങ്ങിയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ, വേറെ ഇമെയിൽ ഐ ഡിയിലേക്ക് എനിക്ക് ചെയ്തുകൂടെ? അതായത് 2ാം സ്റ്റെപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് 3 സ്റ്റെപ്പാണല്ലോ മോണിറ്റൈസേഷൻ പേജിൽ മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് വരിക. അപ്പൊ ഈ 2ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചാനൽ അടങ്ങിയ ഇമെയിൽ ഐ ഡിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണോ, അതല്ല വേറെ ഇമെയിൽ ഐ ഡിയിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ ഇമെയിൽ ഐ ഡിയിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അതൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ചാനൽ അടങ്ങിയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ വേണമെങ്കിൽ ചെയ്യാം, വേറെ അനദർ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതൊരു കുഴപ്പമില്ല. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് $10 ആഡ്സെൻസിലോട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ ചെയ്യാൻ പറയും. ഇങ്ങനെ ID വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ സക്സസ് ആവും, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ID വെരിഫിക്കേഷൻ സക്സസ് ആവും. അങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ ഉടനെ അതിൽ വരുന്നത് പിൻ നമ്പർ വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് വരിക. അത് നിങ്ങൾക്ക് 4 ആഴ്ചന്റെ ഉള്ളിൽ, എപ്പോഴാണോ ID വെരിഫിക്കേഷൻ സക്സസ് ആകുന്നത് അവിടെ നിങ്ങളുടെ 4 ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പിൻ ലെറ്റർ വീട്ടിലോട്ട് വരും. ഈ 4 ആഴ്ചനുള്ളിൽ പിൻ ലെറ്റർ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പിൻ ലെറ്റർ എൻട്രി ചെയ്യണതിന്റെ ഭാഗത്ത് ആഡ്സെൻസിൽ തന്നെ പിൻ ലെറ്റർ എൻട്രി ചെയ്യണ ആ ഭാഗത്ത് റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പിൻ ലെറ്റർ വന്നില്ല എന്നുണ്ടെങ്കിൽ റീസെൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഒരു പിൻ ലെറ്ററിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇത്തരത്തിൽ അപ്ലൈ ചെയ്ത ശേഷം വീണ്ടും 4 ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആദ്യം ഏത് പിന്നാണോ കിട്ടുന്നത് ആ പിന്ന് തന്നെ എൻട്രി ചെയ്യുക. 6 അക്ക സംഖ്യ ഉണ്ടാവും. ഏത് പിന്നാണോ ആദ്യം കൈപ്പറ്റുന്നത് ആ ഒരു നമ്പർ വെച്ച് നിങ്ങൾ പിൻ നമ്പർ വെരിഫിക്കേഷൻ എൻട്രി ചെയ്യുക. ഇത്തരത്തിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ബാങ്കിൽ പോയിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ സ്വിഫ്റ്റ് കോഡ് വാങ്ങിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ സ്വിഫ്റ്റ് കോഡ് വേണം. വിദേശ നാണ്യം നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് വരാനാണ് ഈ സ്വിഫ്റ്റ് കോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ബാങ്കിൽ പോയിട്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വിഫ്റ്റ് കോഡ് തരും. അപ്പോൾ അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് നമ്പർ, ബാങ്ക് നെയിം, അതുപോലെ സ്വിഫ്റ്റ് കോഡ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ഓക്കെ, അക്കൗണ്ട് നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പാസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതെല്ലാം എൻട്രി ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സെൻസ് ഓക്കെ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആഡ്സെൻസ് ഓക്കെ. ഇനി നിങ്ങൾക്ക് $100 നിങ്ങളുടെ ആഡ്സെൻസിൽ എപ്പോഴാണോ തികയുന്നത് ആ ഒരു തികഞ്ഞ മാസം 21 to 27 ഉള്ളിൽ, എല്ലാ മാസവും 21 to 27 ഉള്ളിലാണ് പൈസ കിട്ടുക. 21 to 15 ദിവസം വരെ നിങ്ങൾ കണക്കാക്കണം. ചിലപ്പോൾ 27 തീയതി തന്നെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ 21 to 15 ദിവസം നിങ്ങൾ കൗണ്ട് ചെയ്യുക. ആ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെന്റ് വന്നില്ലെങ്കിൽ ബാങ്കുമായിട്ട് നിങ്ങൾ സമ്പർക്കം ചെയ്യുക. ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്റെ ആഡ്സെൻസിൽ പൈസ വന്നിട്ടില്ല, ഇങ്ങനെ വരുന്നതാണ്, യൂട്യൂബിൽ നിന്ന് ക്യാഷ് വരുന്നതാണ്, ഇപ്രാവശ്യം വന്നിട്ടില്ല, എന്താണ് നിങ്ങളുടെ ടെക്നിക്കൽ എറർ ആണോ എന്നുള്ളത് ചോദിക്കുക. അവർ പറയും ബാങ്കുകാർ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ യൂട്യൂബ് ടീമിനെ ധരിപ്പിക്കുക. 15 ദിവസമായി എൻ്റെ ആഡ്സെൻസിൽ ക്യാഷ് വന്നിട്ടില്ല, $100 പുറത്തുണ്ട്, എന്നിട്ടും എനിക്ക് ക്യാഷ് വന്നിട്ടില്ല എന്നുള്ളത് ആഡ്സെൻസ് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യുക. അവർ പ്രോപ്പറായി ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്ത ശേഷം എന്താണ് ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാവർക്കും ക്യാഷ് കിട്ടാറുണ്ട്. ആഡ്സെൻസിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമുക്ക് മുടക്കത്തില്ല, നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇട്ട് അതുപോലെ ആഡ്സെൻസുമായി കണക്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് പൈസ ലഭിക്കുന്നത്, നമ്മുടെ കയ്യിലോട്ട് പൈസ വരുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ പ്രോപ്പർ വേ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ID വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം,
ആരുടെ പേരിലാണോ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ പേരിൽ തന്നെയാണ് ID ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ID വെരിഫിക്കേഷനിൽ 2 രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഓൾഡ് മെത്തേഡ് മാത്രം നിങ്ങൾ ID വെരിഫിക്കേഷൻ ചെയ്യാൻ ഉപയോഗിച്ചാൽ മതി. ഓൾഡ് ആണ് സിമ്പിള്. ന്യൂ മെത്തേഡ് അതൊക്കെ പിന്നെ അത് മാത്രമാവുമ്പോൾ അത് ചെയ്താൽ മതി. ഇപ്പോൾ ഓൾഡ് കിട്ടുന്നുണ്ട്, ഓൾഡ് മെത്തേഡ് ഉപയോഗിക്കുക. ഓൾഡ് മെത്തേഡിൽ നിങ്ങൾക്ക് പാസ്പോർട്ടും പാൻ കാർഡും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഏതാ വെച്ചോ അതൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഏതൊരു കാര്യം സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ പുതുതായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ അവർക്ക് ചാനൽ തുടങ്ങി പൈസ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിരിക്കുന്നത്. വീഡിയോ കുറച്ച് കൂടുതലായിട്ടുണ്ട്, 20 മിനിറ്റിൽ കൂടുതലുണ്ട്. കാരണം ഇത് പ്രോപ്പറായിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്രയധികം പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവരുടെയും ചാനൽ ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. 3-3.5 വർഷമായി യൂട്യൂബിൽ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും എല്ലാത്തിൻ്റെയും A to Z കാര്യങ്ങൾ പറഞ്ഞു തന്നും ചെയ്തുകൊണ്ടും എല്ലാ എക്സ്പീരിയൻസും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു നോട്ട് ബുക്കോ ഒന്നും കുറിച്ചിട്ടല്ല, ആ ഒരു പ്രോപ്പർ വേ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്, വീഡിയോ ഇടേണ്ടത്, തമ്പനയിൽ വെക്കേണ്ടത് എല്ലാം, അതുപോലെ ആഡ്സൻസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലോട്ട് പൈസ വരുന്നത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഒരുപാടുണ്ടല്ലോ എന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനെ ഒരുപാടൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടേണ്ടത് പിറകെ കിട്ടും. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ടത് നമ്മൾ ഇറങ്ങുക, ഒരു സ്റ്റെപ്പാണെങ്കിൽ മുന്നോട്ട് വയ്ക്കുക. എന്നാൽ നമുക്ക് ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിൻ്റെ ഫലം ബാക്കിലോട്ട് വരും. ബാക്കിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഓരോ കാര്യം വിജയിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ്, അതുപോലെ ആഡ്സൻസ് എങ്ങനെയാണ്, ID വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ പിൻ ലെറ്റർ വരുന്നത് എങ്ങനെയാണ്, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് എപ്പോഴാണ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ ഡൗട്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.